ഹായ്, ഇന്ന് നമ്മളൊരു പെയിൻറ്റ് ബക്കറ്റ്, ഒരു പഴയ പെയിൻറ്റ് ബക്കറ്റ്, അത് പൊട്ടിയതൊക്കെ ആയാൽ മതി. അത് പെയിൻറ്റ് ബക്കറ്റ് തന്നെ വേണമെന്നില്ല. അല്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പൊട്ടിയ മുകൾ ഭാഗമൊക്കെ പൊട്ടിയ ബക്കറ്റൊക്കെ ആയി നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പൊട്ടിയ ബക്കറ്റും അതേപോലെ തന്നെ വേസ്റ്റ് ഹോസും വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ഐഡിയ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താ നോക്കാം ഇന്നത്തെ വീഡിയോ നോക്ക്. അപ്പോൾ അത് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ബക്കറ്റ്, ഇത് നമ്മൾ പെയിൻറ്റ് ബക്കറ്റാണ് എടുത്തത്. ഇത് നമുക്ക് ഏത് ബക്കറ്റും നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് പൊട്ടിപ്പോയ മുകൾ ഭാഗമൊക്കെ പൊട്ടിപ്പോയ ബക്കറ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കണം. ഈ ഭാഗത്ത് നിന്ന് താഴോട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് എടുക്കേണ്ടത് കുറച്ച് PVC പൈപ്പുകളാണ്. ഒരു 5 പീസ് PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് PVC ആണ്, 1 ഇഞ്ചിൻ്റെ ഇലക്ട്രിക് PVC ആണ് നമ്മൾ എടുത്തത്. പിന്നെ നമ്മൾ എടുത്തത് 1.20, 1 മീറ്റർ 20 സെൻറ്റിമീറ്ററിൽ 2 പീസ് ഹോസ് എടുത്തിട്ടുണ്ട്. പഴയ വേസ്റ്റ് ഹോസാണ് നമ്മൾ എടുത്തത്. പിന്നെ നമ്മൾ എടുത്തത് 2 ചെറിയ മൂടികൾ, അതായത് നമ്മൾ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ മൂടിയാണ് നമ്മൾ ഇത് നടുവിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് എടുത്തത്. അപ്പോൾ ഇത് 2 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ഏത് തരം ഇതേപോലെയുള്ള റൗണ്ട് മൂടി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീ. ഈ 2 ടീ നമ്മൾ ഇതേപോലെ തന്നെ PVC ഇലക്ട്രിക്കിൻ്റെ 2 ടീ ആണ് നമ്മൾ എടുത്തത്. പിന്നെ ഇതേപോലെ ചെറിയ 2 പീസ് PVC നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ ചെറിയ PVC നമ്മൾ ഇതിൽ അതേപോലെ കുടുക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് റൗണ്ട് ചെയ്തെടുക്കണം. ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് 2 റൗണ്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് നമ്മുടെ ചൂടിക്കയർ. അതായത് വണ്ണം കുറഞ്ഞ ചൂടിക്കയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടിക്കയർ എടുക്കുന്നുണ്ട്. 50 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ 2 PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഈ ടീ നമ്മൾ ഇതേപോലെ കടത്തിയെടുക്കുന്നുണ്ട്. 50 സെൻറ്റിമീറ്ററിൻ്റെ 2 PVCയിലേക്ക് നമ്മൾ ടീ കടത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റൊരു PVC എടുക്കുന്നുണ്ട്. അത് നമ്മൾ 3 PVC നമ്മൾ ഒരേ വലുപ്പത്തിലാണ് നമ്മൾ എടുത്തത്. ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ബക്കറ്റ്, നമ്മൾ എടുക്കുന്ന ബക്കറ്റിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അളവ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് മുൻപോട്ട് പണി നടക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒരു H രൂപത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബക്കറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുഖഭാഗം നമുക്ക് ഈ ഭാഗത്തൂടെ നമുക്ക് ഇതിൻ്റെ ഈ ബക്ക് ഭാഗം നമുക്ക് ഒഴിവാക്കാം. അപ്പം ബക്കറ്റിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ബക്കറ്റും മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഓസ് നമ്മൾ റൗണ്ടിൽ ചെയ്തെടുത്ത ഓസ് നമ്മൾ ഇതേപോലെ ഒന്ന് ഊരിയെടുക്കുന്നുണ്ട്. അത് ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചൂടിക്കയർ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടിക്കയർ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഭാഗത്ത് നിന്നും നമുക്ക് ഇതേപോലെ ചുറ്റി തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും നമുക്ക് ഈ ചൂടിക്കയർ ചുറ്റിയെടുക്കാം. അപ്പോൾ അത് ആദ്യത്തെ ഹോസിന് മുകളിൽ നമ്മൾ മുഴുവനായിട്ടും ചൂടിക്കയർ ചുറ്റിയെടുത്തു. ഇനി നമുക്കത് വീണ്ടും ഇത് റൗണ്ട് ഷേപ്പിൽ ചെയ്ത ശേഷം ഇതേപോലെ കുടുക്കിയ ശേഷം നമുക്ക് ആ ചൂടി അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് ഇതേപോലെ ഫ്ലഷ് കിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് ഫ്ലഷ് കിക്കോ അല്ലെങ്കിൽ ഗ്ലൂഗൺ എന്ത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഏത് ഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ഹോസും നമ്മൾ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതേപോലെ തന്നെ ചൂടിക്കയർ ചുറ്റിയെടുക്കണം. അപ്പോൾ 2 ഹോസിൻ്റെ മുകളിലും നമ്മൾ ചൂടിക്കയർ ചുറ്റിയെടുത്ത് അത് റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുത്തു. ഇനി നമ്മുടെ മൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ നടുഭാഗത്ത് ആ മൂടി വെച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ആവുന്ന രീതിയിൽ ഇതേപോലെ 8 പീസ് PVC പൈപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ PVC പൈപ്പുകൾക്ക് ഓരോന്നിനും നമുക്ക് അതായത് ചൂടിക്കയർ ചുറ്റിയെടുക്കാം. അപ്പോൾ അത് ഒരു പീസിന് നമ്മൾ ചൂടിക്കയർ ചുറ്റിയെടുത്ത് ഇനി ബാക്കിയുള്ള പീസുകൾക്ക് നമുക്ക് ചൂടിക്കയർ ചുറ്റിയെടുക്കാം. അപ്പോൾ അതെല്ലാ പീസിനും നമ്മൾ ചൂടിക്കയർ ചുറ്റിയെടുത്തു. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതേപോലെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് 8 പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരു വീല് പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഗമ്മ് അപ്ലൈ ചെയ്ത് ഗ്ലൂ ഗണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും സൈഡ് ഭാഗങ്ങളിൽ ഒക്കെ നമുക്ക് ഗമ്മ് അപ്ലൈ ചെയ്ത ശേഷം ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഭാഗം ഗം അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഇത് തിരിച്ചു വെച്ചതിന് ശേഷം മറുഭാഗത്തും നമ്മൾ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഗം അപ്ലൈ ചെയ്തു കൊടുക്കും.
അപ്പോൾ ഒരു വീല് നമ്മൾ റെഡിയാക്കിയെടുത്ത് ഇനി രണ്ടാമത്തെ വീലും നമുക്ക് ഇതേപോലെ റെഡിയാക്കിയെടുക്കാം. അത് റെഡിയാക്കിയ ശേഷം നമ്മുടെ എച്ച് രൂപത്തിൽ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്തെടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ ചൂടിക്കയർ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് മുഴുവനായിട്ടും ചൂടിക്കയർ ചുറ്റിയെടുക്കാം. നമ്മളെടുത്ത എല്ലാ PVC പൈപ്പിലും നമ്മൾ ചൂടിക്കയർ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പീസിൽ നമ്മൾ ഇതേപോലെ ആ PVCയുടെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ വുഡ് നമ്മൾ കയറ്റി കൊടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള വുഡ് നമ്മൾ കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മളിത് കയറ്റി കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കയറ്റിയതിന് ശേഷം കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എച്ച് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച എച്ചിൽ ഇത് നമ്മുടെ ആ ടീയിൽ നിന്ന് ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ടീയിൽ നമ്മൾ ഇതേപോലെ ഒരു സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എച്ചിൻ്റെ രണ്ട് ഭാഗത്ത് നമ്മൾ സ്ക്രൂ കൊടുത്ത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് വീല് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ എച്ച് രൂപത്തിൽ റെഡിയാക്കിയെടുത്ത PVC നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ ഇതേപോലെ വെച്ച ശേഷം ഗം അപ്ലൈ ചെയ്ത്, അതായത് നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മുടെ ഈ മൂടി വെച്ച ഭാഗം, അതായത് ആ മൂടിയുടെ ഹോള് വരുന്ന ഭാഗം ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് വേണം രണ്ട് വീലും നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ വെച്ച ശേഷം നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത ശേഷം അത് ഒട്ടിച്ച ശേഷം നമ്മൾ ചൂടിക്കയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കെട്ടി, അതായത് ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് ഭാഗത്തും ഗമ്മ് ചെയ്ത് ഒട്ടിച്ച ശേഷം നമ്മൾ ചൂടിക്കയർ കൊണ്ട് നന്നായിട്ട് കെട്ടി ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കെട്ടി റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ ഒരു പീസ്, അതായത് നമ്മൾ വുഡ് കയറ്റിയ നമ്മുടെ PVC പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ നടുഭാഗത്ത്, അതായത് നമ്മുടെ വീലിൻ്റെ നടുഭാഗത്ത് ഈ രണ്ട് വീലിൻ്റെ ഹോളിലേക്ക് കടത്തിയ ശേഷം അത് ഒട്ടിച്ച ശേഷം നമ്മൾ പുറംഭാഗത്ത് നിന്ന് സ്ക്രൂ കൊടുത്തിട്ടാണ് അത് ഉറപ്പിക്കുന്നത്. ആ സ്ക്രൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PVC പൈപ്പിൻ്റെ ഉള്ളിൽ വുഡ് കയറ്റിയത്. അപ്പോൾ രണ്ട് ഭാഗത്ത് സ്ക്രൂ കൊടുത്ത് നമ്മളത് ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ രണ്ട് പീസ് PVC ഇതേപോലെ കയറ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് നടുഭാഗത്ത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇതേപോലെ തന്നെ നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ച ശേഷം നമ്മൾ കയറ് കൊണ്ട് കെട്ടി ഉറപ്പിക്കുന്നു. അപ്പോൾ ആ രണ്ട് പീസ് പൈപ്പ് നമ്മൾ കെട്ടി റെഡിയാക്കി എടുത്തു. അതിനുശേഷം അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പുറകു വശത്ത്, അതായത് നമ്മൾ കുത്തനെ നിൽക്കുന്ന രണ്ട് PVC പൈപ്പിനുള്ളിലേക്ക് ഇതേപോലെ ഒരു വളഞ്ഞ് കിട്ടുന്ന ഒരു മരത്തിൻ്റെ വുഡിൻ്റെ പീസാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് നമ്മൾ ഓടയുടെ പീസാണ്, ഓടമുളയുടെ പീസാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിച്ചത്. അത് ഇതേപോലെ വെച്ച ശേഷം നമ്മൾ ഇതേപോലെ ഒരു പൂള് കൊടുത്തുകൊണ്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഗമ്മ് അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മുകളിലും നമ്മൾ നമ്മുടെ ചൂടിക്കയർ ചുറ്റിയെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ വീൽ ചെയർ മോഡൽ പ്ലാന്റ് സ്റ്റാൻഡ് നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി നമ്മുടെ ബക്കറ്റ് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബക്കറ്റ് ഡെക്കറേഷൻ ചെയ്യാം. ബക്കറ്റിൽ ആദ്യം നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ബ്ലാക്ക് മാറ്റ് സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ചൂടിക്കയർ കൊണ്ട് തന്നെ ഇതേപോലെ കുറച്ച് ഇതളുകൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചെറിയ ചൂടിയുടെ പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ച് നമ്മൾ കുറച്ച് ഇതളുകൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 5 ഇതളുകൾ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ റെഡിയാക്കി 5 ഇതളുകൾ വെച്ചതിന് ശേഷം ഇതേപോലെ ചൂടിക്കയർ ഇതേപോലെ ചുറ്റിയെടുത്ത ശേഷം അതിന് മുകളിൽ ഗം അപ്ലൈ ചെയ്ത് നമ്മൾ അത് ഒട്ടിച്ചൊരു ഫ്ലവർ മോഡലിൽ നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു 4-5 ഫ്ലവറുകൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് നമ്മൾ ചൂടിക്കയർ ചുറ്റിയെടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു 10-12 വരി നമ്മൾ അടിഭാഗത്ത് ചുറ്റിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തും നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. നടുഭാഗം നമ്മൾ പെയിൻറ്റിങ് തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നടുഭാഗത്താണ് നമ്മൾ ഫ്ലവർ കൊടുക്കുന്നത്. അപ്പോൾ അത് ബക്കറ്റിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തും നമ്മൾ കയർ ചുറ്റിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറുകൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ബക്കറ്റ് ഇതേപോലെ ഡെക്കറേഷൻ ചെയ്തെടുത്തത്. അപ്പോൾ ബക്കറ്റ് നമ്മൾ ഡെക്കറേഷൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ബക്കറ്റിനുള്ളിൽ ഇതേപോലെ നമ്മളൊരു തെർമോകോൾ പീസ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനുള്ളിൽ മറ്റൊരു പോട്ട് വെച്ചിട്ടാണ് നമ്മളിത് പ്ലാന്റ് വെക്കുന്നത്. ഇതേപോലെ ഒരു പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പോട്ടിന് ഉയരം റെഡിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിഭാഗത്തൊരു തെർമോകോൾ പീസ് വെച്ചത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പോട്ടിനനുസരിച്ചായിരിക്കണം ആ അടിഭാഗത്ത് നമ്മൾ എന്തെങ്കിലും മരത്തിൻ്റെ പീസോ തെർമോകോളോ ഒക്കെ വെക്കേണ്ടത്. അത് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി. അപ്പോൾ അത് നമ്മുടെ പ്ലാന്റ് ഐഡിയ പഴയ നമ്മുടെ പെയിൻറ്റ് ബക്കറ്റും അതേപോലെ തന്നെ പഴയ ഹോസും ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്ലാന്റ് ഐഡിയ. ഇത് നമ്മൾ ഇതേപോലെ നമ്മൾ വേറെ വെച്ചതാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കിതിൽ വെള്ളമൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറൊക്കെ നമുക്ക് ഇതിൻ്റെ മറ്റേ ബക്കറ്റിൽ നമുക്ക് എടുത്ത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പ്ലാന്റ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ഐഡിയ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.